ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുട്ടിക്കുറുമ്പീസ്. ഈ ധൃതി പിടിച്ച് ഫുഡടിച്ച് എവിടെ പോകാനാണെന്നല്ലേ, കാശ്മീർ ട്രിപ്പിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പഹൽഗാം ട്രിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം 2 to 3 hours നമുക്ക് ട്രാവലിംഗ് ഉണ്ടായിരുന്നു പഹൽഗാമിലേക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളുടെ ഡ്രൈവർ ഒരു സ്ഥലത്ത് കയറ്റി, ഒരു ഷോപ്പിൽ നമ്മളെ കയറ്റി. ജമീന്ദാർ കേസർ എന്ന് പറയുന്ന വലിയൊരു ഷോപ്പായിരുന്നു അത്. അവിടെ ഡ്രൈ ഫ്രൂട്ട്സ്, ചോക്ലേറ്റ്സ്, സാഫ്രൺ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. അതുപോലെ സാഫ്രൻ്റെ ഒരുപാട് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓയില്, അങ്ങനെ ഫേസ് വാഷ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒറിജിനൽ സാഫ്രനും ഡ്യൂപ്ലിക്കേറ്റ് സാഫ്രനും എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ള ഒരു ക്ലാസ്സൊക്കെ ആ ചേട്ടൻ ഞങ്ങൾക്ക് എടുത്തു തന്നു. ഞങ്ങളെല്ലാവരും കുറച്ചൊരു സാധനങ്ങൾ എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്തു അവിടെ. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ടീ ഷോപ്പിൽ കയറി ഞങ്ങളൊന്ന് ഫ്രഷായി. പഹൽഗാമിലോട്ടുള്ള റൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സ്റ്റണ്ണിങ് വ്യൂസാണ് നമുക്ക് കാണാനുള്ളത്. പിന്നെ 2 to 3 hours ട്രാവൽ ചെയ്യുന്നു എന്നുള്ള ആ ഒരു ബോറിംഗ് ഒന്നും നമുക്ക് അവിടെ ഫീൽ ചെയ്യില്ല. ദെൻ ഞങ്ങൾ അവിടെ ചെന്ന് പോണി റൈഡ് എടുത്തു. പോണി റൈഡിന് പെർ ഹെഡ് 2000 ഒക്കെയാണ് സ്റ്റാർട്ടിങ് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ എത്രത്തോളം ബാർഗെയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും ബാർഗെയിൻ ചെയ്ത് നമ്മൾ പോണി റൈഡ് എടുത്തു. അൺലക്കി ആയിരുന്നു, കാരണം അവിടെ മഴ പെയ്തു, ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോട്ടൊക്കെ ഇട്ട് പോയതുകൊണ്ട് മഴ അങ്ങനെ നനഞ്ഞില്ല, എങ്കിലും ഭയങ്കര ഒരു അത്ര എൻജോയ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെയുള്ള വാലീസ്, ബേത്താബ് വാലി, ആരു വാലി, അങ്ങനെയുള്ള മനോഹരമായ വാലീസ് ആയിരുന്നു. പക്ഷേ അവിടെ ഒന്നും നമുക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല, എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ഒരു നിർഭാഗ്യം കൂടി നമുക്ക് വന്നു. പിന്നെ തിരിച്ച് ഞങ്ങൾ പോരുന്ന വഴിക്ക് പിന്നെ നമ്മൾ ലിഡർ സ്ട്രീമിൻ്റെ അടുത്താണ് നമ്മുടെ ഈ പഹൽഗാം എന്ന് പറയുന്നത്. അപ്പോൾ പോരുന്ന വഴി നമുക്ക് ലിഡർ സ്ട്രീമിൽ ഇറങ്ങി നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പുമാണ്, കാറ്റിന് ഭയങ്കര ഒരു തണുപ്പുമായിരുന്നു. അത് അവിടെ ഞങ്ങൾക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. ഞങ്ങൾ ഒരുപാട് സമയം അവിടെ നിന്നു. പിന്നെ ഒരുപാട് ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് പോരുന്ന വഴിയായിരുന്നു തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ആപ്പിൾ തോട്ടത്തിൽ എൻട്രി ഉണ്ടായിരുന്നു. നമ്മളവിടെ കയറി. പക്ഷേ ആപ്പിളൊക്കെ ഉണ്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. അത് ഈ കാണുന്നുണ്ട്, വീഡിയോയിൽ കാണുന്ന പോലെ ആപ്പിളൊക്കെ പൂവിട്ട് നിൽക്കുന്നേ ഉള്ളൂ. അത് ചെറിയ ഇത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്കവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവർ പ്രത്യേകം ഒരു മരത്തിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ആപ്പിളാണ് കേട്ടോ ഇത് തൂക്കിയിട്ടിരിക്കുന്നത്. പക്ഷേ കാണുമ്പോൾ തോന്നും ഒറിജിനൽ ആപ്പിളാണെന്ന് തോന്നും, പക്ഷേ അത് പ്ലാസ്റ്റിക് ആപ്പിളായിരുന്നു. അത് നമുക്ക് ഫോട്ടോ എടുക്കാനും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം വെച്ചിരിക്കുന്നതാണ്. ഇതാണ് അവിടെ ആപ്പിൾ ഷോ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ ആപ്പിളിനൊക്കെ ഭയങ്കര റേറ്റും ആയിരുന്നു കേട്ടോ. അവിടെ 300 വരെയാണ് അവിടെ റേറ്റ് പറഞ്ഞത്. 250 to 300 വരെയാണ് അവിടെ ആപ്പിളിന് വില പറഞ്ഞത്. അതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല. നമ്മൾ വെറുതെ വാങ്ങിച്ച് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി. പക്ഷേ നമ്മുടെ ഇവിടെ കിട്ടുന്ന ആപ്പിൾ പോലെയൊന്നും അല്ല കേട്ടോ, ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ശരിക്കും മടുത്തിരിക്കുമ്പോഴാണ് ബാറ്റിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റുകൾ ഇങ്ങനെ കാണുന്നത്. അങ്ങനെ ഒരു ഷോപ്പിൽ നിർത്തി. അങ്ങനെ ഞങ്ങൾ ബാറ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ് ഷോറൂമിൽ കയറി. ഇന്ത്യയിൽ കാശ്മീരിലാണ് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നതെന്നും കാശ്മീരിലെ വിലോ മരത്തിൻ്റെ തടി ഉപയോഗിച്ചാണ് ഈ ബാറ്റുകൾ നിർമ്മിക്കുന്നതെന്നും ഉള്ള സത്യം അന്നാണ് ഞാൻ ആദ്യമായി മനസ്സിലാക്കുന്നത്. നമ്മളവിടെ നിന്ന് ബാറ്റ് വാങ്ങിച്ചൊന്നുമില്ല. വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഉണ്ണിക്കുട്ടനോട് ചോദിച്ചു, എടാ ഒരു ബാറ്റ് വാങ്ങിച്ച് തരട്ടെ എന്ന്. അപ്പോൾ എടുത്ത് വയ്ക്കാൻ പറഞ്ഞു, എനിക്ക് ബാറ്റ് വേണ്ട, എനിക്ക് ഫുട്ബോൾ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അത് അവിടെ ക്ലോസ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലോട്ട് പോയി ഫ്രഷായി ഫുഡ് കഴിച്ചു. നെക്സ്റ്റ് ഡേക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്തു വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക്